തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ. 941 ഗ്രാമപഞ്ചായത്ത് കേരളത്തിലാണ്. 941 ഗ്രാമപഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, ഏതാണ്ട് 6 കോർപ്പറേഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ആർക്കാണെന്നറിയാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 വർഷത്തിൽ ഒരിക്കലാണ്. ഓർത്തു വെച്ചോണം, 5 വർഷത്തിൽ ഒരിക്കലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി 21 വയസ്സാണ്. 21 വയസ്സാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. എത്രയാണ്? 18 വയസ്സാണ്. വോട്ടവകാശം എന്തല്ല? വോട്ടവകാശം മൗലിക അവകാശമല്ല. വോട്ടവകാശം ഒരു നിയമപരമായ അവകാശമാണ്. ലീഗൽ റൈറ്റ്സ് ആണ്. നിയമപരമായ അവകാശമാണ്. അതുപോലെ തന്നെ കെട്ടിട നികുതി അടയ്ക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കെട്ടിട നികുതി അടയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഓരോ 3 മാസങ്ങൾക്കിടയിലും ഓരോ 3 മാസത്തിന് ശേഷവും ഗ്രാമസഭ വിളിച്ചു കൂട്ടണമെന്നാണ് നിയമം. കേട്ടോ, ഓരോ 3 മാസത്തിനും ഇതിനെന്ത് ചെയ്യണം? ഗ്രാമസഭ വിളിച്ചു കൂട്ടണമെന്നാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഗ്രാമസഭയുടെ കൗൺസിലർ ആരായിരിക്കും? വാർഡ് മെമ്പറാണ്. ഗ്രാമസഭകളുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ്. കേട്ടോ, പ്രത്യേകിച്ച് ഓർത്ത് വെക്കണം കേട്ടോ. പഞ്ചായത്ത് രാജുകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗ്രാമസഭകളാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 48 മണിക്കൂർ മുമ്പ് പ്രചരണം നിർത്തിവെക്കണം എന്നാണ് നിയമം.